ഒരു അധ്യാപികയും കൂടിയാണ്. കൃഷി ചെയ്യുന്നതിന് വളരെയധികം സമയം കണ്ടെത്തിക്കൊണ്ട് ടെറസിൽ വളരെയധികം കൃഷികൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ യോമനയുടെ വാർഡിലാണ് പുള്ളിക്കാരി താമസിക്കുന്നത്, കോൺവെന്റ് സ്കൂളിന്റെ അടുത്തായിട്ട്. ഈ വാഴനെ നോക്കിക്കണ ഒരു ഫോട്ടോ എടുത്തേട്ടാ. ഇത്ര എന്തിനാ നട്ടേന്ന് വെച്ചിട്ട് റമ്മിയാണ്. ഇത് പൈനാപ്പിളൊക്കെ ഇതെന്താ, ഇത് പഴുത്തിട്ടില്ല. ഇതെന്താ ഇത് എത്ര ഉണ്ടെന്ന് എനിക്ക് ഇത്ര സ്ഥലത്ത്. അപ്പൊ ഇവിടെ എന്തോരം ഉണ്ടാവും. ചോദിക്കേ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ അങ്ങോട്ട്. ആദ്യം എന്തൊക്കെയാന്നറിയോ? കരിയില. ഇതെന്താ? അതിന്റെ മുകളിലേക്ക് നമുക്ക് പച്ചിലകൾ കാണാം. ഇത് കമ്മാന്ന് പറയുന്നത് കരിയേപ്പിലല്ല, നല്ല വളമുള്ള ഏലച്ചെടിയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? പിന്നെ പച്ചയില. അടുത്ത് മണ്ണ് നിറയണം. അപ്പൊ എല്ലാരും ഒരു പിടി വെച്ച് ഇതിലേക്ക് ഇടും. കൈകൊണ്ടിട്ടാ നമുക്ക് കൈ കഴുകാം. അത് വേണ്ട, ഒരു മാറി. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഇനി എന്താ നടണ്ടേ? ഈ മണ്ണിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടെന്ന് പറയാം. ആരാ ഇപ്പൊ പറഞ്ഞ? അത് ഇതിനകത്ത് ഈ മണ്ണിനകത്ത് കുമ്മായം, ചാണകപ്പൊടി, പിന്നെ മുട്ടത്തോടൊക്കെ ഇടാം. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സമ്പുഷ്ടമായ മണ്ണാണിത് കേട്ടോ. അത് ഒരു മാസം മുമ്പ് ടീച്ചറിട്ടതാണ്. അപ്പൊ ഒരു മാസം മുമ്പ് ടീച്ചർ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ചാണകപ്പൊടിയൊക്കെ ഇട്ടത് കേട്ടോ. ടീച്ചർ ഒരു തൈ തരാം. ഇങ്ങോട്ട് നോക്കിയല്ലേ, ഒരാളിതൊന്ന് തെരഞ്ഞിട്ട് ഇത് വെച്ച് ഒന്ന് ക്ലാപ്പ് ചെയ്തേ. അപ്പൊ ഒന്ന് ഉറപ്പിച്ച് നീ ടീച്ചർ എന്താ പറയും. ഇത്തിരി വെള്ളം തളിച്ച, വേറൊരാൾ ഇത്തിരി വെള്ളം ഒഴിച്ചേ. ടീച്ചറൊക്കെ തളിച്ചൊഴിക്കുന്നത് ഇങ്ങനെ ചെടികൾക്കൊന്നും വേദന ഇല്ലാതെ തളിച്ചൊഴിക്കും. അപ്പൊ ഒരു ചെടി പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? അപ്പൊ നാളെ മുതൽ നിങ്ങളും വീട്ടില് അപ്പൊ ഇതുപോലെയാണ്. അപ്പൊ ഒന്നും കൂടി ആരെങ്കിലും ഫുള്ളായിട്ട് പറയാൻ പറ്റുമോ? അവർക്ക് ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ആദ്യം സമ്പുഷ്ടീകരിച്ച മണ്ണ്, എന്നിട്ട് ഒരാഴ്ച തണലത്ത് വെക്കണം. പിന്നെ നമുക്ക് വെയിലും ഉണ്ടായാലും ഇത് കൊടുക്കും. ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ എല്ലാരും വീട്ടിൽ ചെയ്യുമോ? ഓക്കെ പറഞ്ഞേ.
ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ടെറസ് കൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടാം. തൃപ്പൂണിത്തുറയിലെ LC ആന്റണി ടെറസ് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. ഇപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു കൃഷി, കാരണം നമ്മുടെ അടുക്കളയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഞാനിവിടെ വർക്ക് ചെയ്യണതാണ് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളില് നഴ്സറി സെക്ഷനാണ്. അപ്പൊ ഈ ഇഷ്ടംപോലെ സമയം എനിക്കുണ്ട്. കൃഷിഭവനിലൊക്കെ ഈ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് ഇതൊക്കെ ചെയ്യുള്ളൂ എന്ന് ഞാൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. എറണാകുളം ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കോൺക്രീറ്റ് മിറ്റം മുഴുവൻ ഒരു മിറ്റമുള്ളൊരു വീട് നമുക്കിപ്പോ ഇല്ല, ആ ടൗൺ ഏരിയയിലില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഒരു പരിപാടി ഇപ്പൊ മഴമറ. അതെ. അപ്പൊ തുടങ്ങി വന്നപ്പോ ഒരു 10-12 തുടങ്ങാന്ന് ഓർത്തപ്പോ ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാ. 10 ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. ഞാടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് അലിഞ്ഞിട്ടുണ്ട്. എന്റെ ഫാദർ ചെയ്യണെല്ലാം ഞാനും കൂടി ചെയ്തിട്ടുണ്ട്. പശുവിനെ കറന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്നതാ. അപ്പൊ ഈ നാട്ടിൽ വന്നൊരു കല്യാണം കഴിഞ്ഞ് വന്നൊരു 30 വർഷമായിട്ട് ഇതൊന്നും ഇല്ലാതിരിക്കുവായിരുന്നു, ഈ സ്കൂളും വീടും. അങ്ങനെ ഇത് തുടങ്ങിയേക്കാന്ന് ഓർത്ത് തുടങ്ങിയപ്പോ ഒരു 110-100 ഗ്രോ ബാഗ് ഞാനിങ്ങ് ആദ്യം മേടിച്ചു. എന്ന് വെച്ചാൽ ചെയ്താൽ വിജയിക്കുന്ന എനിക്ക് തന്നെ തോന്നി. എന്ന് വെച്ചാൽ അറിയാം മനസ്സിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഐഡിയ എനിക്ക് കിട്ടാത്ത ഒരു കുഴപ്പം മാത്രം ഉണ്ടായിരുന്നു. അല്ല 20 എണ്ണം വെച്ച് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് തൃപ്പൂണിത്തുറ കൃഷിഭവനിൽ നിന്ന് തന്നായിരുന്നു. അത് അവരതിന്റെ തയ്യും തന്നു. അത് ആദ്യം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനിയും വേണമെന്ന് ഞാൻ വീട്ടിൽ നിന്ന് കാറിന് പോയി കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് തികയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര മണ്ണില്ലാത്തൊരു വലിയ പ്രശ്നമാണ് തൃപ്പൂണിത്തുറയില്. പിന്നെ ആരോടും ചോദിക്കാനും പറ്റില്ല, അവർക്ക് ഇത്തിരി മണ്ണല്ലേ ഉള്ളൂ. ആകെ 6.5 സെന്റ് സ്ഥലമുള്ളൂ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തികയില്ല. പിന്നെ ഞാൻ ഒരു ലോഡ് ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്ക് ഇത്തിരി മണ്ണിറക്കി തരാമെന്ന്. അങ്ങനെ ഒരു 4500 രൂപ ഒരു ലോഡ് മണ്ണിറക്കി തന്നു. അങ്ങനെ ഞാൻ 150 കവർ മേടിച്ചത് നിറച്ച് വെച്ച്. ഈ മണ്ണിലെ മിശ്രിതം നിറയ്ക്കുമ്പോൾ അതിൽ എന്തെല്ലാം ചേർത്ത്? ഞാൻ മെയിൻ ആയിട്ട് ചാണകപ്പൊടി ചേർക്കണേ, പിന്നെ കടലപ്പിണ്ണാക്ക്. ഈ ചകിരിച്ചോറ് ആദ്യമൊക്കെ മേടിച്ചു, പക്ഷെ അത് നമുക്ക് നഷ്ടമാണ് ശരിക്കും. അപ്പൊ കരിയില ചേർക്കും. മെയിൻ കരിയിലുണ്ട്. കരിയില ഒരു 2 പിടുത്തെടുത്ത് ആദ്യം ഗ്രോ ബാഗിനകത്തേക്ക് വെക്കും. അത് ഞങ്ങളുടെ അയൽപക്കത്ത് ഒരു 19 സെന്റുള്ള പുൽപ്ര എന്ന് പറഞ്ഞ വീട്ടിലെ അവര് അടിച്ചു വാരണ ദിവസം ഒരു ഹിന്ദിക്കാരൻ വന്ന് അടിച്ചു വാരണേ. അപ്പൊ അവിടുത്തെ അമ്മച്ചി അപ്പൊ അവരെനിക്ക് ഒരു വലിയ ചാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിറച്ച് കരിയില്ല. അവർക്ക് ഒത്തിരി പറമ്പ് കൊണ്ട് വലിയ മരങ്ങളാണ് അവർക്കുള്ളത്, ചെറിയ തൈകളല്ല. അപ്പൊ ആ ഇല പൊഴിയുന്ന സമയത്ത് ഈ ആഴ്ചയാണ് എനിക്ക് ഒരു ചാക്ക് തന്നു. അപ്പൊ ഞാൻ അതിനെ പൊതയിടും. ബാക്കിയുള്ളത് ഈ ഗ്രോ ബാഗിന്റെ ഉള്ളിൽ ഒരു പിടുത്തം 2 കൈ കൊണ്ടുകൊണ്ട് പിടിക്കുന്ന ഒരു പിടുത്തം അങ്ങോട്ട് ആദ്യം കഴിക്കും. എന്നിട്ടാണ് ഈ മണ്ണ്, ഒരു ചട്ടി മണ്ണ്, ചുവന്ന മണ്ണ്, പിന്നെ ചാണകപ്പൊടി ഒരു 1/2 ചട്ടി ഇടും. പിന്നെ ഈ കടലപ്പിണ്ണാക്ക്, ഈ വേപ്പിൻ പിണ്ണാക്കാകുമ്പോ വേറൊന്നും ചീഞ്ഞു പോവില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അത് മാത്രമേ ഇടാറുള്ളൂ. അതങ്ങ് മിക്സ് ചെയ്തങ്ങ് നിറച്ച് കഴിഞ്ഞാൽ മെയിൻ വളം അതിനകത്ത് തന്നെ ആയി. പിന്നെ ഈ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് അത് ഒരു ബക്കറ്റിലേക്ക് ഞാൻ വെച്ചിട്ട് അത് 1.5 ദിവസം കഴിയുമ്പോൾ അതങ്ങ് കോരി ഇത്തിരി കഴിക്കും. പിന്നെ പച്ചച്ചാണകം ഞാൻ ഈ ചാണകം മേടിക്കുന്നിടത്ത് തന്നെ ഒരു 1-2 ബക്കറ്റും കൂടെ കൊണ്ടുപോകും തരും. അത് ഞാൻ ഈ ബക്കറ്റിട്ട് തന്നെ കലക്കും. ഒരു ബക്കറ്റ് നമ്മൾ കടലിൽ ചുറ്റി അങ്ങ് ഒഴിക്കും. വെള്ളം കൂടുതൽ അങ്ങ് ഒഴിക്കും. അതൊരു കമ്പെടുത്ത് കലക്കിയിട്ട് ഇങ്ങനെ പച്ചച്ചാണകം ഒഴിക്കുമ്പോൾ സാധാരണ എല്ലാവരും പുഴുക്കൾ വരുന്നത്. ആ പുഴു നിന്ന് ഈ ടെറസിന് ആയിട്ടായിരിക്കും പുഴുക്കളൊന്നും ഇല്ല. പിന്നെ ഈ വെള്ളീച്ചയുടെ ശല്യമാണ് മെയിനായിട്ടുള്ളത്. അത് മാത്രം എന്നെ ഉപദ്രവിക്കും. മുളക് മാത്രമാണ് ഇത് പ്രശ്നം. പിന്നെ ഇത്തിരി ഇപ്പൊ വഴുതനായിട്ട് വന്നാലും അതിന് കാവലൊന്നും കുറവൊന്നുമില്ല. അങ്ങനെയൊക്കെ. അപ്പൊ ആ 150 ബാഗ് നിറച്ച് ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു കൃഷി? ഈ അനുഭവം സമയങ്ങള് എപ്പോഴാണ്? രാവിലെയും ഇപ്പൊ നമ്മള് വീട്ടമ്മമാര് കൊച്ചു കുട്ടികളെ നമ്മള് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിറ്റം ഉണ്ടായിരുന്നു, നമ്മളെ അടുക്കളയിലെ ചാരം വരെ നമ്മുടെയൊക്കെ വീട്ടില്. ഇപ്പൊ അത് കിട്ടുന്നില്ല. ഞാൻ വീട്ടിൽ പോകുമ്പോ ചാരം ഞാൻ കൊണ്ടുവരാറുണ്ട്. ആ ചാരത്തിന് നമ്മള് വിറകും മറ്റുള്ള ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മളൊന്ന് ചവറ് കൂട്ടി കത്തിച്ചാൽ പോലും അതില് പ്ലാസ്റ്റിക്കിന്റെ അംശം ഉണ്ടാകും. അപ്പൊ ആ ചാരം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തൊരു പച്ചക്കറി നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചാൽ അതിന്റെ ഒരു വിത്തെടുത്ത് പുറകിട്ട് അതപ്പം അവിടെ ക്ലിപ്പ് വരും. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. അതിന് ബദലായിട്ടാണ് ഇപ്പൊ കൃഷിഭവനാണെങ്കിലും VFPCക്ക് ആണെങ്കിലും ഈ ടെറസ് കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് കൂടുതലും വീട്ടമ്മമാർക്കാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് VFPCക്ക് പച്ചക്കറി സംരംഭണ പരിപാടി റെസിഡൻസ് അസോസിയേഷൻ വഴിയൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പൊ മോളിൽ മഴമറ, അതൊരു മഴമറന്നൊക്കെ ഉള്ളത് മഴമറ വെച്ചിട്ട് മഴക്കാലത്തും കൃഷി ചെയ്യാന്നുള്ളത് ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്നാ ചെയ്താലോ, സബ്സിഡി ഉണ്ട്,
അന്നേരം ഒന്നും നോക്കി നമ്മുടെ ടെറസ് നനയുമില്ല. അപ്പൊ നമുക്ക് ആ മൊത്തം പൈസ കൊണ്ട് ലാഭമായിട്ട് എനിക്ക് തോന്നും. അപ്പൊ അത് കുറച്ചിട്ട് അപ്പൊ പിന്നെ കൃഷിഭവനിൽ ഞാൻ പോയി. പിന്നെ ചെന്ന് കഴിയുമ്പോൾ ആ മേഡം നല്ല തൃപ്പൂണിത്തുറയിലെ കൃഷിഭവനിലെ മേഡം രണ്ടുപേരും നല്ല അവര് അപ്പൊ ആ വളത്തിന്റെ സമയം അപ്പൊ എല്ലാരും ഇങ്ങനെ ക്യൂ നിൽക്കണോണ്ട് ഞാൻ ചോദിച്ചു ഇത് എന്തിനാന്ന് അവരോട് തന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ക്യൂ നിൽക്കണേ എന്ന് വെച്ചപ്പോ ഇങ്ങനെ വളം തന്നെ ഉണ്ട്, ഒരു തെങ്ങിന് ഇത്ര രൂപ സബ്സിഡി ഉണ്ട്, അപ്പൊ വളം തൃപ്പൂണിത്തുറയിൽ കിട്ടുന്നു. അപ്പൊ എനിക്ക് കൃഷിയില്ലല്ലോ, തെങ്ങുമില്ല, അപ്പൊ വളം കിട്ടുമെന്ന് എനിക്ക് സംശയം. പിന്നെ മേഡത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാരമില്ല, അതിന് കരവടിച്ച റെസീവ് തരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ച് എനിക്കും കിട്ടി. വേപ്പിൻ പിണ്ണാക്കും ഒക്കെ വളം തന്നു. അതിങ്ങനെ കുളിപ്പിക്കാറുണ്ടോ? കുറച്ച് അത് ഞാൻ ഈ ചാണകവെള്ളത്തിലൊക്കെ കലക്കണ കൂടെ തന്നെ അതും കുറച്ച് അതിനകത്തേക്ക് ഇട്ട് കലക്കി വയ്ക്കും. പിന്നെ സെപ്പറേറ്റ് കലക്കി വയ്ക്കും. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഈ വെള്ളിച്ചയ്ക്ക് അപ്പൊ ഒരു കുറച്ച് കുറവ് നമ്മൾ ഇന്നും ചെന്ന് നോക്കും, ഒന്ന് കുലുക്കി കൊടുക്കും. അത് രക്ഷപ്പെട്ടു, എല്ലാം രക്ഷപ്പെട്ടു. ഇഷ്ടംപോലെ ഇപ്പൊ പച്ചമുളകൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ അതിന് ഞാനൊരു സെക്ഷനായിട്ട് അതാണ് അവിടെ മാറ്റി നിർത്തിയാണ്. എന്നുവെച്ചാൽ അതിനെ എപ്പോഴും ശ്രദ്ധിക്കണമുണ്ട്. ശീതകാല പച്ചക്കറികൾ എന്തെല്ലാം നട്ടു? ശീതകാല പച്ചക്കറി എല്ലാം ഉണ്ട്. ഈ ക്യാബേജൊക്കെ അവിടെ നിന്ന് തന്നതാണ്, കൃഷിഭവനിൽ നിന്ന് തന്നതാണ്. വളരൂന്ന് ഓർത്തല്ല, അത് കാരണം ഒരു ചട്ടിക്ക് തന്നെ 2 വെച്ച് നോക്കി. ഇനി ഒരെണ്ണം പോയാലും ഒരെണ്ണം കിട്ടൂലോ എന്ന് വിചാരിച്ച്. പക്ഷെ രണ്ടിലും നല്ല. ഇന്നലെ ഇവിടെ ക്യാബേജ് ഒരെണ്ണമാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇനി ബീട്രൂട്ട് മാത്രമേ ഇനി പറിക്കാനുള്ളൂ, ബാക്കിയൊക്കെ കോളിഫ്ലവർ ഒക്കെ. ബീട്രൂട്ട് ശരിക്കും നമുക്ക് കിട്ടും. ഞാൻ അത് മുകളിലേക്ക് വന്നായിരുന്നു. അപ്പൊ ഒരു ഉരുളങ്കിന്റെ വലിപ്പമുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മണ്ണ് കൂട്ടി ഇടുക. അപ്പൊ ഇല അങ്ങ് കരിഞ്ഞിട്ട് അത് പറിക്കാനുള്ളൂ. അതിന് ചെയ്യാൻ എന്താന്ന് ചെയ്യണം. ഇനി ആ ഉരുളക്കിഴങ്ങും സവാളയും വെളുത്തുള്ളി മാത്രമേ ഇവിടെ മേടിക്കാറുള്ളൂ. എല്ലാം ചെറിയ ഉള്ളി അതെ അതെ അതുണ്ടാവും. പിന്നെ അതിന്റെ ലീഫ് എടുത്തിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ ഇടാലോ. അപ്പൊ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. എന്താ ഇതിനുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറത്തൊന്നും പോകണം കറങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് ടെറസിൽ പോകണമെന്ന വിചാരം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് ടെറസിന്റെ മുകളിലാണ് ഇത്രയും പണിയുണ്ട്, പ്രയത്നമുണ്ട്. നമുക്ക് ഹെൽപ്പ് ഹസ്ബൻഡ് കാണിക്കാൻ നമ്മുടെ കഞ്ഞിവെള്ളം അതൊക്കെ ഒരു പാട്ടിൽ അറിയുമ്പോൾ ഞാൻ മുകളിലേക്ക് കൊണ്ടാക്കും. അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ പുള്ളി അത് കൊണ്ടുവന്ന് തരും. പിന്നെ മോനതൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ കൂടും. ഇപ്പോൾ മെയിനായിട്ട് കപ്പ വരെ നട്ടിട്ടുണ്ട്. പപ്പായ ഉണ്ട്, മറ്റേ ചീര ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടില് മക്കളൊക്കെ പച്ചക്കറികളോട് താല്പര്യമാണ്. പച്ചക്കറി കഴിക്കാൻ എനിക്ക് 3 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞില്ല 6. ഞാൻ ഇടയ്ക്ക് ചോറ് കൊടുക്കായിരുന്നു. അതുകൊണ്ടാണ് മുട്ട ഇതുവരെ ഇട്ടിട്ടില്ല. ആള് വലുതായി 3 പേര്. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞ് എനിക്ക് ക്ഷമയില്ല, അപ്പൊ മുട്ട ഇടുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ ചെടികളോട് ശരീരത്തോടെ ഒന്നും പോകില്ലോ. ഇത് ചെയ്തു. അതുപോലെ ധാരാളം വീട്ടമ്മമാർക്ക് TV സീരിയലും അതുപോലെ കണ്ട സമയത്ത് അവർക്കൊരു ഉപദേശം. നമുക്ക് സ്ഥലമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. എന്നാലും നമ്മൾ കൃഷിഭവനാണെങ്കിലും സർക്കാരാണെങ്കിലും നല്ലപോലെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് പ്രയോജനപ്പെടുത്തി ആ ഒരു നന്മയെ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ഉപദേശം അവർക്കായി. ഞാൻ തുടങ്ങിയ ഒരു തക്കാളിക്കൊക്കെ അങ്ങ് പഴുത്ത് വന്നപ്പോൾ തൊട്ട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ വീട്ടുകാരോട് എല്ലാവരും പറഞ്ഞ്, എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ചാണാനാണ് പുള്ളി ആദ്യം കൊണ്ടുവന്ന് വെച്ചത്. അവരും തുടങ്ങി. പിന്നെ അയൽക്കാരൊക്കെ പയ്യെ കുറച്ച് നമ്മളുണ്ടാക്കുന്ന പച്ചക്കറി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരും അതിന്റെ രുചിയാണ്. അതെ അതെ അവര് ഇത്രയും രുചിയുള്ള ഒരു പച്ചക്കറി കഴിക്കാന്ന് നമ്മൾ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മല്ലിയില വേപ്പില പോലും വളരെ വിഷം അടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ സ്കൂളിലെ കാര്യം പറഞ്ഞല്ലോ, മറ്റേ കൃഷിയെ പറ്റി എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഡിവിഷനിലെ പിള്ളേർക്ക് ഞാനിത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഓരോ പേർക്ക് പറഞ്ഞ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ മാഡം, ഇതെങ്ങനെയാണ് ചെയ്തത്, ഇത്ര വീടിന്റെ മുകളിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ആ 30-35 വീട്ടിലും അത് എത്തിയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെ മക്കള് 2 പേരാണ്. ഒരാള് മൂത്ത മോൻ സ്പെഷ്യൽ സ്കൂളിൽ പോണ മോനാണ്. രണ്ടാമത്തെ ആള് ജോലിയായി PWC എന്ന് പറഞ്ഞ കമ്പനിയില്. പിന്നെ മറ്റേ മോനും വെള്ളമൊക്കെ ഒഴിക്കാൻ പറഞ്ഞ ഒഴിച്ചൊക്കെ തരും. എന്നാലും ഹസ്ബൻഡ് എക്സ് നേവിയാണ്. ഇപ്പൊ ജോലിയൊന്നുമില്ല,
ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരിക്കുക. ടെറസ് കൃഷിയിലെ സംശയ നിവാരണങ്ങൾക്കായി എൽസിയെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഈ കാണുന്ന വൈറ്റ് ചീരയാണ്. നല്ല ഭംഗിയില്ല, നല്ല ബുഷായിട്ട് വളരും. നമുക്ക് ഒരു ചോട് മതി നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ. ഇത് നല്ല പിങ്ക് കളറിലുള്ള ചീരയാണ്. അതിന്റെ തണ്ട് കാണാൻ വേണ്ടി ഞാൻ സൈഡ് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ? അതുപോലെ തന്നെ വാഴയും പപ്പായയും എല്ലാ സാധനവും എന്റെ ടെറസിലുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ ടെറസാണ് എന്റെ. എനിക്ക് പിന്നെ അതുകൂടാണ്ട് എനിക്ക് കോഴിയുണ്ട്. പിന്നെ പടർന്നു കിടക്കണോണ്ട് നല്ല തണുപ്പാണ്. കുളിക്കാനിട്ടിട്ട് ചെറുത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ടെറസിൽ നിന്ന് ഞാൻ പറിക്കാറുണ്ട്. ഉജ്ജ്വല മുളകാണ്. ഉജ്ജ്വല ഇഷ്ടംപോലെ ഉണ്ട്. 15 ടൈപ്പ് മുളകുണ്ട് എൻ്റെ കയ്യിൽ. രൂപ നിറച്ച് പച്ചമുളകാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറിച്ച് കുറച്ച് ഉണങ്ങി എന്റെ മിയാതാവാക്കി വന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.